ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ സമാഗമന കൂടാരം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചു. ആമുഖമായി ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ദൈവജനത്തിൻ്റെ മധ്യേ വസിപ്പാൻ ദൈവത്തിന് വസിപ്പാൻ കെട്ടിയുണ്ടാക്കപ്പെട്ട ആലയമാണ് സമാഗമന കൂടാരം. ഈ ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയമാണ് സമാഗമന കൂടാരം. നാം ഇന്ന് അതിൻ്റെ പ്രാകാരത്തെക്കുറിച്ച് പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളാണുള്ളത്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും അതിൽ ഇരിക്കുന്നതായ ഉപകരണങ്ങളെക്കുറിച്ചും അവിടെ ചെയ്യുന്നതായ ശുശ്രൂഷകളെക്കുറിച്ചും ചിന്തിക്കുവാനായിട്ടാണ് ഈ പഠനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. പഴയ നിയമം ഇന്ന് നാം അനുഭവിക്കുന്നതായ ആത്മീയമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും നിഴലായി നാം കാണുന്നതാണ്. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചെല്ലാം നാം ചിന്തിക്കുകയുണ്ടായി. പ്രാകാരം എന്ന് പറയുന്നത് തിരുനിവാസത്തിൻ്റെ ചുറ്റുമുള്ള മുറ്റമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പാളയമടിച്ച് താമസിക്കുമ്പോൾ അവരുടെ പാളയത്തിൻ്റെ നടുവിലായിട്ടാണ് സമാഗമന കൂടാരം നിവർത്തിക്കെട്ടുന്നത്. അതിൻ്റെ ചുറ്റിലുമാണ് ഇസ്രായേൽ ജനം പാർക്കുന്നത്. ഓരോ വശങ്ങളിലും 3 ഗോത്രങ്ങൾ വീതം. ഞാൻ ആ പാളയത്തെക്കുറിച്ച് പൊതുവിൽ ഒരു പിക്ചർ റെഡിയാക്കി ഞാൻ പറഞ്ഞു തന്നോളാം. ഓരോ വശങ്ങളിൽ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമായി ഓരോ വശങ്ങളിൽ 3 ഗോത്രങ്ങൾ വീതം വളരെ അടുക്കും ചിട്ടയുമായി കൂടാരങ്ങളടിച്ച് അവർ പാർത്തു. അതിൽ ഈ സമാഗമന കൂടാരത്തിൽ അതിൻ്റെ ആദ്യ ഭാഗമാണ് പ്രാകാരം എന്ന് പറയുന്നത്. ഈ ആലയത്തിൻ്റെ പ്രാകാരം ഞാൻ പറഞ്ഞു, അതിൻ്റെ തിരുനിവാസത്തിന് ചുറ്റുമുള്ള മുറ്റമാണ് പ്രാകാരം എന്ന് പറഞ്ഞു. തിരുനിവാസം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും അത് പലകകളാൽ മറച്ച് മൂടുവരിയിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതായ സ്ഥലമാണ്. അവിടേക്ക് മറ്റാർക്കും, പുരോഹിതന്മാർക്ക് മാത്രമേ ശുശ്രൂഷിക്കാൻ കയറാൻ പാടുള്ളൂ, മറ്റാർക്കും കിടക്കാൻ പാടില്ല. അപ്പോൾ അതിന് ചുറ്റുമുള്ളതായ മുറ്റമാണ് ഈ പ്രാകാരം എന്ന് പറയുന്നത്. 84-ാം സങ്കീർത്തനം 10-ാം വാക്യം നമ്മൾ മനഃപ്പാഠമായിട്ട് പഠിക്കാൻ വെച്ചിരിക്കുന്നതായ വാക്യമാണ്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 84-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമം എന്നാണ് കോരഹപുത്രന്മാർ പറയുന്നത്. വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമം എന്ന് പറയുമ്പോൾ
1000 ദിവസം എന്നുള്ള ഒരർത്ഥം മാത്രമല്ല, ഒരു മറ്റ്1000 കാര്യങ്ങളെക്കാൾ. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളുണ്ട്, സന്തോഷ ദിവസങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു 1000 സന്തോഷത്തേക്കാൾ നമ്മൾ ആഘോഷമാക്കുന്ന ദിവസങ്ങളുടെ വിവാഹം, ബർത്ത്ഡേ, അങ്ങനെയുള്ളതായ ഓരോ ദിവസങ്ങളുണ്ട്, വിശേഷ ദിവസങ്ങൾ. അങ്ങനെയുള്ള ഒരു 1000 ദിവസങ്ങളെക്കാൾ, മറ്റ്1000 കാര്യങ്ങളെക്കാൾ എന്ന് വെച്ചാൽ മറ്റെല്ലാ കാര്യങ്ങളെക്കാളും, എല്ലാ ദിവസങ്ങളെക്കാളും, മറ്റെല്ലാ വിശേഷതകളെക്കാളും ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ് എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രാകാരങ്ങൾ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം അത്ര ആനന്ദകരമായ ഒരു അനുഭവമാണ് യഹോവയുടെ പ്രാകാരങ്ങളിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമം. നാം ഈ കാണുന്നതായ സമാഗമന കൂടാരത്തിൻ്റെ പടം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇസ്രായേൽ പാളയങ്ങൾ, ഓരോ ഗോത്രങ്ങൾ കൂടാരങ്ങളായി വിശാലമായി പരന്നു കിടക്കുന്നതായി ഏതാണ്ട് 10 മൈൽ വിസ്തൃതമാണ്. 10 മൈൽ നീളവും വീതി, അങ്ങനെ 10 മൈൽ വിസ്തൃതമായിട്ടുള്ള, അത്രമാത്രം വിസ്തൃതമായി വരുന്നതാണ് ഇസ്രായേൽ പാളയം. ഏതാണ്ട് 25 ലക്ഷത്തോളം ആളുകൾ പാർക്കുന്ന സ്ഥലം. ഓരോ ഗോത്രങ്ങൾ പാളയമെടുത്ത് പാർക്കുകയാണ്. അതിന് നടുവിലായിട്ടാണ് ഈ സമാഗമന കൂടാരം കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ സമാഗമന കൂടാരം, അതിൻ്റെ പ്രാകാരം എന്ന് പറയുമ്പോൾ 60 തൂണുകളാണ്. 100 മുഴം നീളവും 50 മുഴം വീതിയുമുണ്ട്. 100 മുഴം നീളം, 50 മുഴം വീതി. നീളമുള്ള ഭാഗത്ത് 20 തൂണാണ് ഒരു വശത്തുള്ളത്. 20 തൂണ് ഒരു വശത്ത്. അങ്ങനെയുള്ള നീളമുള്ള 2 വശങ്ങൾ. നീളം കുറഞ്ഞതായ വശം എന്ന് പറയുന്ന 50 മുഴം നീളമാണ്. 50 മുഴം നീളം 10 തൂണുകൾ വീതമുണ്ട്. 10 തൂണുകൾ. അങ്ങനെ 20, 10, 10, അങ്ങനെ 60 തൂണുകളാണ് ഈ ആലയത്തിനുള്ളത്, പ്രാകാരത്തിൻ്റെ തൂണുകൾ. ഈ തൂണുകളിൽ അത് താമ്ര ചുവടുകളിൽ ഉറപ്പിച്ചിരിക്കുന്നു. അതിന് മുകളിൽ വെള്ളി കൊണ്ടുള്ളതായ മേൽ ചുറ്റുപടിയുണ്ട്. മുകളിൽ കൊളുത്തുകളുണ്ട്. ആ കൊളുത്തുകളിൽ അടിച്ചിരിക്കുന്നതായ കുറ്റികളിലേക്ക്, ആലയത്തിൻ്റെ അകത്തും പുറത്തും ഓരോ കുറ്റികൾ, ഓരോ തൂണിനും 2 കുറ്റികൾ വീതം അടിച്ചിട്ടുണ്ട്. ആ 2 വശങ്ങളിലേക്ക് ഒരു കയർ അകത്തേക്കും ഒരു കയർ പുറത്തേക്കും ആ കുറ്റികളിലേക്ക് വലിച്ചു കിട്ടി. അങ്ങനെയാണ് താമര ചൂടുകളിൽ തൂണുകൾ നേരെ നിർത്തിയിരിക്കുന്നത്. അതിൽ ശീലകൾ വലിച്ചു കെട്ടിയിരിക്കുന്നു. അങ്ങനെയാണ് പ്രാകാരം ഒരുക്കുന്നത്. നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ളതായ വേദഭാഗങ്ങൾ അല്പം ഒന്ന് വായിക്കാം. പ്രാകാരത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം നിങ്ങളെല്ലാവരും ഒന്ന് എടുക്കുക. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് വായിക്കുക. തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടായിക്കണം. തെക്കേ ഭാഗത്തേക്ക്
പ്രാകാരത്തിന് പിരിഞ്ഞ പഞ്ഞിനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിന്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടുമായിരിക്കണം. അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിന്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടുമായിരിക്കണം. പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രാകാരത്തിന്റെ വീതിക്ക് 50 മുഴം നീളത്തിൽ മറശ്ശീലയും അതിന് 10 തൂണും അവയ്ക്ക് 10 ചുവടും വേണം. കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിന്റെ വീതി 50 മുഴം ആയിരിക്കണം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. മറ്റേ ഭാഗത്തേക്കും 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. എന്നാൽ പ്രാകാരത്തിന്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. പ്രാകാരത്തിന്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി വേണം. അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും അവയുടെ ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം. പ്രാകാരത്തിന് 100 മുഴം നീളവും എല്ലായിടവും 50 മുഴം വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിന്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിന്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ട് ആയിരിക്കണം. പുറപ്പാട് പുസ്തകം തന്നെ 38-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ കൂടെ നമുക്കൊന്ന് വായിക്കാം. അവൻ പ്രാകാരവും ഉണ്ടാക്കി തെക്ക് വശത്തെ പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള 100 മുഴം മറശ്ശീല ഉണ്ടായിരുന്നു. അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമ്ര ചുവടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. വടക്കു വശത്ത് 100 മുഴം മറശ്ശീലയും അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമ്ര ചുവടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. പടിഞ്ഞാറ് വശത്ത് 50 മുഴം മറശ്ശീലയും അതിന് 10 തൂണും തൂണുകൾക്ക് 10 ചുവടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. കിഴക്ക് വശത്ത് മറശ്ശീല 50 മുഴമായിരുന്നു. വാതിലിന്റെ ഒരു വശത്ത് മറശ്ശീല 15 മുഴവും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും ഉണ്ടായിരുന്നു. മറ്റേ വശത്തും അങ്ങനെ തന്നെ. ഇങ്ങനെ പ്രാകാര വാതിലിന്റെ ഇപ്പുറത്തും അപ്പുറത്തും 15 മുഴം മറശ്ശീലയും അതിന് 3 തൂണും 3 ചുവടും ഉണ്ടായിരുന്നു. ചുറ്റും പ്രാകാരത്തിന്റെ മറശ്ശീലയൊക്കെയും പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ആയിരുന്നു. തൂണുകൾക്കുള്ള ചുവട് താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളി കൊണ്ടും കുമിഴുകൾ വെള്ളി പൊതിഞ്ഞവയും പ്രാകാരത്തിന്റെ തൂണുകളൊക്കെയും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടിയുള്ളവയും ആയിരുന്നു. എന്നാൽ പ്രാകാരവാതിലിന്റെ മറശ്ശീല നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണി ആയിരുന്നു. അതിന്റെ നീളം 20 മുഴവും അതിന്റെ ഉയരമായ വീതി പ്രാകാരത്തിന്റെ മറശ്ശീലയ്ക്ക് സമമായി 5 മുഴവുമായിരുന്നു. അതിന്റെ തൂണ് 4ഉം അവയുടെ ചുവട് 4ഉം താമ്രമായിരുന്നു. കൊളുത്തും കുമിഴുകൾ പൊതിഞ്ഞിരുന്ന തകിടും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. തിരുനിവാസത്തിനും പ്രാകാരത്തിനും 4 പുറവുമുള്ള കുറ്റികളൊക്കെയും താമ്രമായിരുന്നു. ഈ 2 വേദഭാഗങ്ങളും വായിച്ചു കഴിയുമ്പോൾ പ്രാകാരത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ പതിയുകയാണ്. നാം ഇനി ഈ സമാഗമന കൂടാരത്തിൻ്റെ പടത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ അളവിൻ പ്രകാരം വരച്ചിരിക്കുന്നതായ ഒരു പടമാണത്. 100 മുഴം നീളവും 50 മുഴം വീതിയും ഉള്ളതായ പ്രാകാരം. ആ പ്രാകാരത്തിൽപ്പെട്ടതായ സാധനങ്ങൾ, ഒന്ന് തൂണുകളുണ്ട്. തൂണുകൾ 60 തൂണുകളുണ്ട്. ഒരു വശത്ത് 20 തൂണ്, മറ്റൊരു വശത്ത് 20 തൂണ്,
സമപാർശ്വങ്ങൾ. വീതി കുറഞ്ഞതായ വശത്ത് 10 തൂണ് ഒരു വശത്ത്, മറ്റു വശത്ത് 10 തൂണ്. എന്നാൽ അതിന് മുൻവശമുണ്ട്. അതിന് മുൻവശത്താണ് പ്രാകാരവാതിലുള്ളത്. പ്രാകാരവാതിലുള്ളത് അതിന് മുൻവശത്താണ്. ആ മുൻവശത്ത് കാണുന്നതായ പ്രാകാരവാതിൽ വിശേഷപ്പെട്ടതായ 4 തൂണുകളിൽ ഒരു മറശ്ശീല കൊണ്ട് മറച്ചിരിക്കുകയാണ്. 20 മുഴമാണ് ആ മറശ്ശീലയുടെ നീളമെന്ന് പറയുന്നത്. 20 മുഴം. അപ്പോൾ പ്രാകാരത്തിന് മുൻവശത്ത് പ്രാകാരവാതിലിൻ്റെ വീതി എന്ന് പറയുന്നത് 20 മുഴമാണ്. മറ്റ് 2 വശങ്ങളിലും 15 മുഴം വീതമാണ് ഉള്ളത്. 20 മുഴം പ്രാകാരവാതിലിന് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്. ഇനി ഓരോ തൂണുകളിലേക്ക് നാം നോക്കുമ്പോൾ ആ തൂണുകൾ താമ്രമാണ്. ഖദിരമരം കൊണ്ടുണ്ടാക്കിയിട്ട് ചെത്തി ഉണ്ടാക്കി താമ്രം പൊതിഞ്ഞിരിക്കുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു. താമ്രമാണ്. താമ്രത്തൂണുകൾ താമ്രം പൊതിഞ്ഞിരിക്കുന്നു. അത് ഉറപ്പിച്ചിരിക്കുന്നത് താമ്രം കൊണ്ടുള്ളതായ ചുവട്ടിലാണ്. താമ്ര ചുവട്ടിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ വെള്ളി കൊണ്ടുള്ളതായ മേൽ ചുറ്റുപടിയുണ്ട്. ആ മേൽ ചുറ്റുപടിയിൽ വെള്ളി കൊണ്ടുള്ളതായ കൊളുത്തുകളുണ്ട്. കൊളുത്തുകൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് പ്രാകാരത്തിൽപ്പെട്ടതായ സാധനങ്ങൾ എന്ന് പറയുന്നത്. 1 തൂണുകൾ. 60 തൂണുകളുണ്ട്. 2 കൊളുത്തുകൾ. ഓരോ തൂണുകളിലും 2 കൊളുത്തുകൾ വീതമുണ്ട്. അകത്തേക്കും പുറത്തേക്കും കയറുകൾ വലിച്ചു കിട്ടുന്നതായ കൊളുത്തുകൾ. 3 കുറ്റികളുണ്ട്. ഈ കയറുകൾ വലിച്ചു കിട്ടുന്നതായ കുറ്റികൾ. പ്രാകാരവാതിലിൽ തൂക്കിയിരിക്കുന്നതായ പ്രാകാരവാതിൽക്കലുള്ളതായ വാതിൽമറയുണ്ട്. വാതിൽമറ അത് തിരശ്ശീലയല്ല കേട്ടോ. ഈ പ്രാകാരത്തിലേക്ക് കടക്കുന്നിടത്തുണ്ട് ആ വാതിൽ മറച്ചിരിക്കുന്നതാണ് വാതിൽമറ. വീണ്ടും പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുന്നിടത്ത് മറച്ചിരിക്കുന്നത് മറശ്ശീലയാണ്. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതാണ് തിരശ്ശീല. ആ തിരശ്ശീലയാണ് കർത്താവ് ക്രൂസിൽ മരിച്ചപ്പോൾ 2ആയി ചീന്തിപ്പോയി എന്നാണ് നാം വായിക്കുന്നത്. ഇനി ഇതിൽ ഓരോന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഈ 6-7ഓളം സാധനങ്ങൾ കൊണ്ടാണ് ഈ പ്രാകാരം കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിലുള്ള ഓരോന്നിനെക്കുറിച്ച് നാം ചിന്തിക്കാൻ പോവുകയാണ്. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ എന്തിനാണ് ഇത്ര കൃത്യമായി ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് എന്നല്ല. ഇതെല്ലാം വരുവാനുള്ളവയുടെ നിഴലാണ്. കൃത്യമായി വരുവാനുള്ളവയുടെ നിഴലാണ് ഇതെല്ലാം. പ്രാകാരത്തിൻ്റെ തൂണുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തൂണുകൾ. യഹോവേ, നിന്റെ പ്രാകാരങ്ങൾ എത്ര മനോഹരം. പ്രാകാരത്തിൻ്റെ തൂണുകൾ നമ്മൾ താമ്ര ചുവട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ തൂണുകൾ താമ്രം പൊതിഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? താമ്ര ചുവട്ടിൽ നിർത്തിയിരിക്കുന്നു. ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിൻ്റെ യാഗപീഠം താമ്രം പൊതിഞ്ഞിരിക്കുന്നതാണ്. ഖദിരമരം കൊണ്ടുണ്ടാക്കി താമ്രം പൊതിഞ്ഞിരിക്കുന്നു. ഈ യാഗപീഠം ഖദിരമരം കൊണ്ടുണ്ടാക്കി താമ്രം പൊതിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 4 മൂലയിലും യാഗപീഠത്തിൻ്റെ കൊമ്പുകളുണ്ട്. ഈ യാഗപീഠത്തിൽ
ഉപയോഗിക്കുന്നതായ ഉപകരണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാം. യാഗപീഠത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇതെല്ലാം, ഈ ഉപകരണങ്ങളെല്ലാം താമ്രം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. താമ്രം കൊണ്ട്. കാരണം ഈ യാഗപീഠത്തിൽ നിത്യം തീ കത്തിക്കൊണ്ടിരിക്കുന്നതായ സ്ഥലമാണ്. എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കും. നിത്യം തീ കത്തിക്കൊണ്ടിരിക്കും യാഗപീഠത്തിൽ. ഒരിക്കലും കെടുകയില്ല. ഈ തീ എന്ന് പറയുമ്പോൾ ചെറിയ തീയൊന്നുമല്ല. നിത്യം തീ കത്തിക്കൊണ്ടിരിക്കുന്നു. കാളകളെയും പശുവിനെയും ആടിനെയും ഒക്കെ കത്തിച്ച് ചാരമാക്കാൻ തക്കവണ്ണമുള്ള തീയാണ് അവിടെ കത്തുന്നത്. അതിനെ മാംസം കത്തിച്ച് ചാരമാക്കാൻ തക്കവണ്ണം. യാഗപീഠത്തിന് മുകളിൽ ഒരു താമ്രജാലമുണ്ട്. ഒരു നെറ്റ്, താമ്രം ഉണ്ടാക്കി നെറ്റ്. ആ നെറ്റിലാണ് ഈ മൃഗങ്ങളെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അതും താമ്രം ഉണ്ടാക്കിയതാണ്. എന്താണ് ഈ താമ്രത്തിൻ്റെ പ്രത്യേകത? എത്ര ചൂട് തട്ടിയാലും അതിനൊന്നും പറ്റില്ല. മറ്റ് പല ലോഹങ്ങളും ചൂട് തട്ടുമ്പോൾ അത് വികസിക്കുകയും ചുരുങ്ങുകയും വളയുകയും ഒക്കെ ചെയ്യും. അതിൻ്റെ ഷേപ്പൊക്കെ വ്യത്യാസം വരും. ചൂട് തട്ടുമ്പോൾ ചൂടിൽ പിടിച്ചു വെക്കാൻ കഴിയില്ല. എന്നാൽ ഈ താമ്രം എത്ര ചൂട് തട്ടിയാലും അതിലൊരു വ്യത്യാസവും വരികയില്ല എന്നാണ്. ഒരു വ്യത്യാസവും വരാത്ത ഒരു ലോഹമാണ് ഈ താമ്രം. അപ്പോൾ നാം ഓർക്കണം, ഈ താമ്ര ചുവട്ടിലാണ് ഈ തൂണുകൾ നിർത്തിയിരിക്കുന്നത്. ഈ തൂണുകൾ, ആലയത്തിൻ്റെ തൂണുകൾ എന്ന് പറയുമ്പോൾ നാം ഓർക്കണം, ഈ ആലയം എന്ന് പറയുന്നത്, സമാഗമന കൂടാരം എന്ന് പറയുന്നത് സഭയുടെ നിഴലാണ്. സഭയുടെ, പുതിയ നിയമ സഭയുടെ നിഴലാണ് സമാഗമന കൂടാരം. ഈ സമാഗമന കൂടാരം പുതിയ നിയമ സഭയുടെ നിഴലാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങൾ. ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. പുതിയ നിയമസഭയുടെ നിഴലാണ് ഈ ആലയം. അവനിൽ നിങ്ങളും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന്, ദൈവത്തിൻ്റെ തിരുനിവാസമാകേണ്ടതിന് ചേർത്ത് പണിതു വരുന്നു. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. സഭ എന്ന ആലയം ദൈവത്തിൻ്റെ തിരുനിവാസമാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. 1 പത്രോസ് 2-4-5 വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നാം ചേർത്ത് പണിയപ്പെടുന്നു എന്ന്. ക്രിസ്തുയേശു മൂലക്കല്ല്, അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ നമ്മളെല്ലാവരും
ജീവനുള്ള കല്ലുകളായി അവൻ്റെ അടുക്കൽ കടന്നു വന്ന് ചേർത്ത് പണിയപ്പെടുന്ന ആലയമാണ് പുതിയ നിയമ സഭ. മാത്രമല്ല, നാം ആലയത്തിൻ്റെ തൂണുകളാണ്. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാവുന്ന സഭ, ആലയമായ സഭ എന്ന ദൈവാലയത്തിൽ സത്യത്തിൻ്റെ തൂണുകളാണ്. നാം ഓരോരുത്തരും തൂണുകളാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രധർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ആലയത്തിൻ്റെ തൂണുകൾ. ഈ തൂണുകളെ പല സ്ഥലങ്ങളിലാണ് നിർത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലായി തൂണുകൾ നിർത്തിയിരിക്കുന്നു. പ്രാകാരത്തിൻ്റെ തൂണുകളുണ്ട്, പ്രാകാരവാതിലിൻ്റെ തൂണുകളുണ്ട്, തിരുനിവാസത്തിൻ്റെ തൂണുകളുണ്ട്, മറശ്ശീല തൂക്കിയിരിക്കുന്നതായ തൂണുകളുണ്ട്, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ മറയ്ക്കുന്നതായ തിരശ്ശീല തൂക്കിയിരിക്കുന്നതായ തൂണുകളുണ്ട്, പ്രാകാരത്തിലും തിരുനിവാസത്തിൽ നിൽക്കുന്നതായ തൂണുകളുണ്ട്. പല സ്ഥലങ്ങളിലായി ഈ തൂണുകളെ നിർത്തിയിരിക്കുന്നു. ഈ ആലയം, ആലയത്തിൽ നടക്കുന്നതായ ശുശ്രൂഷകൾ, ദൈവവേലകൾ എല്ലാം താങ്ങി നിർത്തിയിരിക്കുന്നത് ഈ തൂണുകളിലാണ്. ഈ ജീവനുള്ള തൂണുകളിലാണ് എല്ലാം താങ്ങി നിർത്തിയിരിക്കുന്നത്. ആലയത്തിൻ്റെ തൂണുകളായി എണ്ണപ്പെടുവാനാണ് നമ്മെ അവൻ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തൂണുകൾ രൂപപ്പെടുത്തുന്നത്? വൻകാടുകളിൽ, കൊടുങ്കാടുകളിൽ നിൽക്കുന്നതായ ഖദിരമരം. തൂണുകൾ നല്ല ചൊവ്വുള്ളവയാണ്, ചൊവ്വുള്ള തൂണുകളാണ്. നല്ല ചൊവ്വുള്ളതായ തൂണുകൾ. പുറപ്പാട് ദിവസം 36-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. 36-ാം അധ്യായം 36-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 38 വരെയുള്ളതായ വാക്യങ്ങൾ. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് അവൻ ഒരു തിരശ്ശീലയും ഉണ്ടാക്കി. നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളതായിട്ട് അതിനെ ഉണ്ടാക്കി. അതിന് ഖദിരമരം കൊണ്ട് 4 തൂണും ഉണ്ടാക്കി. പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ടായിരുന്നു. അവയ്ക്ക് വെള്ളി കൊണ്ട് 4 ചുവട് വാർപ്പിച്ചു. കൂടാരത്തിന്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽക്കാരന്റെ പണിയായ ഒരു മറശ്ശീലയും അതിന് 5 തൂണും അവയ്ക്ക് കൊളുത്തുമുണ്ടാക്കി. അവയുടെ കുമിഴുകളും മേൽ ചുറ്റുപടികളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. എന്നാൽ അവയുടെ ചുവട് 5 താമ്രം കൊണ്ടായിരുന്നു. ഈ കാണുന്നതായ തൂണുകൾ പ്രാകാരത്തിൻ്റെ തൂണുകളല്ല, തിരുനിവാസത്തിന്റെ തൂണുകളാണ്. തിരശ്ശീല തൂക്കിയിരിക്കുന്നതായ തൂണുകളാണ്. നാം ആ ഭാഗത്തേക്ക് വരുന്നതിനെ കുറിച്ച് പഠിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് ഖദിരം മരം കൊണ്ട് ഉണ്ടാക്കിയെന്നാണ്. അത് പൊന്നു പൊതിഞ്ഞ തൂണുകളാണ്. എന്നാൽ പ്രാകാരത്തിൻ്റെ തൂണുകൾ
താമ്രം പൊതിഞ്ഞതായ തൂണുകളാണ്. ഈ തൂണുകളെ പല സ്ഥലങ്ങളിലായി ദൈവം നിർത്തിയിരുന്നു. പല സ്ഥലങ്ങളിലായി. വലിയ കാടുകളിൽ, യോർദാൻ്റെ വൻകാടുകളിൽ, കൊടുങ്കാടുകളിൽ വളരുന്നതായ മരമാണ് ഖദിരമരം. ഈ ആലയം പണിയേണ്ടതായ സമയം വന്നപ്പോൾ അതിനുള്ളതായ ജ്ഞാനവും എല്ലാ കഴിവും കൊടുത്ത് ദൈവം രണ്ടുപേരെ നിർത്തി. ആരൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? അറിയാമോ? ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് നിർത്തിയത് ആരൊക്കെയാണ്? ബെസലേലും ഒഹേലിയാബും. ബെസലേലും ഒഹോലിയാബും ഇവർ രണ്ടുപേരെയുമാണ് ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് നിർത്തിയിരുന്നു. 31-ാം അധ്യായം, പുറപ്പാട് 31-ാം അധ്യായം 6-ാം വാക്യം. ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ ഒഹോലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. 2-ാം വാക്യം 31-2 കൂടെ. ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം മതി. ഈ ദൈവം ഈ ആലയത്തിൻ്റെ പണികൾക്ക് വേണ്ടി ബെസലേലിനെയും ഒഹോലിയാബിനെയും വിളിച്ച് വേർതിരിച്ച് സകല അറിവും ജ്ഞാനവും കഴിവുകളും എല്ലാം നൽകി ഈ ആലയത്തിന് പണിക്ക് വേണ്ടിയാക്കി. ധാരാളം തൊഴിൽക്കാർ ആലയത്തിന് പണിക്ക് വേണ്ടി, ധാരാളം തൊഴിൽക്കാർ ആലയത്തിന് പണിക്ക് വേണ്ടി ഇറങ്ങി. ആലയത്തിന് തൂണുകൾക്കായി ഖദിരമരം വെട്ടാൻ കാടുകളിലേക്ക് പോയി. കാടുകളിൽ നിന്ന് ഖദിരമരം വെട്ടിക്കൊണ്ടുവന്നു. ഈ ഖദിരമരത്തിന് പ്രത്യേകതയുണ്ട്. അതൊന്നും ചൊവ്വിനെ വളരുന്ന മരമല്ല, നല്ല ചൊവ്വുള്ള മരമല്ല. ഖദിരമരം വളവും തിരിവും ഒക്കെ ഉള്ളതായിരിക്കും. എന്നാൽ ആലയത്തെ തൂണുകളാക്കി നിർത്തേണ്ടതിന് അതിനെ ചെത്തി 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 ചൂടുള്ളതാക്കി മാറ്റി ആലയത്തിൻ്റെ തൂണുകളാക്കി മാറ്റുന്നു. തൂണുകളായി എണ്ണപ്പെടേണ്ടതിനാണ് എൻ്റെയും നിങ്ങളുടെയും അടുക്കിലേക്ക് ആലയത്തിൻ്റെ പണിക്കാർ വന്നത്. ആലയത്തിൻ്റെ പണിക്കാർ, ആ തൊഴിൽക്കാർ നമ്മുടെ അടുക്കിലേക്ക് വന്നു. കാട്ടിൽ കിടന്നവരായ നമ്മുടെ അടുക്കിലേക്ക്, കൊടുങ്കാടുകളിലായിരുന്ന, വൻകാടുകളിലായിരുന്ന നമ്മുടെ അടുക്കിലേക്ക്, കാടൻ പ്രകൃതങ്ങളുണ്ടായിരുന്ന നമ്മുടെ അടുക്കിലേക്ക്, കാടൻ സ്വഭാവങ്ങളുണ്ടായിരുന്ന നമ്മുടെ അടുക്കിലേക്ക്, യാതൊരു ചൊവ്വും ചേലുമില്ലാത്ത നമ്മുടെ അടുക്കിലേക്ക്, നേരെ ചൊവ്വെ ജീവിക്കാത്ത നമ്മുടെ അടുക്കിലേക്ക് തൊഴിൽക്കാരെ അയച്ച ഒരു ദൈവമുണ്ട്. സുവിശേഷ വേലക്കാരെ അയച്ച ഒരു ദൈവമുണ്ട്. പക്ഷേ ഒരു കൂട്ടായ്മയിലേക്കൊന്നും വന്ന് വചനം കേൾക്കാൻ വിളിക്കാനായിരിക്കാം വന്നത്. ഞാൻ ആദ്യമായി കൂട്ടായ്മയ്ക്ക് പോയി ഒരാളല്ല. ഞാൻ 1990 ഓഗസ്റ്റ് മാസം 15-ാം തീയതി കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ മാനസാന്തരപ്പെട്ട ദിവസമല്ല. അന്ന് 2 ദൈവദാസന്മാർ എൻ്റെ വീട്ടിൽ കടന്നു വന്നു. അവരാരാണെന്നോ
ഏത് സഭയിലുള്ളവരാണെന്നോ ഇന്നും എനിക്കറിയില്ല. അന്ന് ഒരുപക്ഷെ ഒരു അവധി ദിവസമാണ്. അവിടെയുള്ള ഏതെങ്കിലും ഞാൻ നിൽക്കുന്ന യാക്കോബായ സഭയിലുള്ളവരല്ല. കാരണം അന്ന് ആ പ്രദേശങ്ങളിലൊന്നും അങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് എൻ്റെ അറിവിലില്ല. ഒരുപക്ഷെ ഒരു അവധി ദിവസമാണ്, നമുക്ക് ഇന്ന സ്ഥലത്ത് പോയി കുറേ വീടുകൾ കയറാം, അവർ പ്ലാൻ ചെയ്ത് കാണും. ഏതെങ്കിലും ഒരു കൂട്ടായ്മയോ സഭയോ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് കാണും. അങ്ങനെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ആ ഭാഗം അവർ ക്രമീകരിച്ച് ഈരണ്ടായി വീടുകൾ കയറിയതായിരിക്കാം. എന്തായാലും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഞാൻ എൻ്റെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ കടമറ്റം ITCയിലാണ് പഠിച്ചത്. ITCയിൽ പഠിച്ചു, നല്ല മാർക്കോടെ പാസ്സായി. ഞാൻ ചില കമ്പനികളിലെല്ലാം ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു. എനിക്ക് തുടർന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു. അന്ന് കളമശ്ശേരി പോളിടെക്നിക്കിൽ ഞാൻ തുടർന്ന് പഠിക്കാനായിട്ട് അവിടെ അപേക്ഷ കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നതായ സമയത്താണ് എൻ്റെ വീട്ടിലേക്ക് 2 ദൈവമക്കൾ കടന്നു വന്നത്. അവർ വന്ന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സ്വാതന്ത്ര്യ ദിനത്തോടുള്ളതായ ബന്ധത്തിൽ സ്വാതന്ത്ര്യം തരുന്ന ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തു തരുന്നതായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല. എത്ര എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ശ്രദ്ധിക്കാൻ തോന്നിയുമില്ല. കാരണം എൻ്റെ വീട്ടിൽ മറ്റാർക്കും കേൾക്കാനോ ഒന്നും അത്ര താല്പര്യം, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് ഒറ്റയ്ക്കാണ് സംസാരിച്ചത് അവർ. മറ്റുള്ളവരെല്ലാം വീട്ടിൽ നല്ല പണിയും ഒക്കെ ആണല്ലോ, പല കാര്യങ്ങളിലും പറമ്പിൽ നല്ല പണിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഭവനമാണ്, കർഷക ഭവനമാണ്. അവർ പറഞ്ഞത് തികച്ചും അലക്ഷ്യമായി തന്നെയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. ഒട്ടും ശ്രദ്ധയോടെ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പോകാൻ സമയത്ത് ചില ട്രാക്റ്റുകളും ബുക്ക്ലെറ്റുകളെല്ലാം തന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതിന് എന്തെങ്കിലും ഒരു തുക, ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു തുക വിലയായി തരണമെന്ന് പറഞ്ഞു. നന്നായി, വില വാങ്ങി നന്നായി ഞാൻ പറയും. ഞാൻ 1 രൂപയാണ് കൊടുത്തത്, അത് ഞാൻ ഓർക്കുന്നുണ്ട്. 1 രൂപയാണ് അതിന് കൊടുത്തത്. ഞാനത് തികച്ച അലക്ഷ്യമായിട്ട് വീട്ടിൽ മേശപ്പുറത്തിട്ടു. അവർ പോവുകയും ചെയ്തു. എന്നാൽ ആ സമയം എനിക്ക് വായിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. വായനാശീലം, വായിക്കുക എന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ആ സമയത്ത് മഴവന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു. 2 പുസ്തകങ്ങൾ എടുക്കുക. 2 പുസ്തകങ്ങൾ എടുത്താൽ ഒന്നിടവിട്ടുള്ളതായ ദിവസം 400, 600, 800 ഒക്കെ പേജുള്ള പുസ്തകങ്ങൾ 2 പുസ്തകം എടുത്തുകൊണ്ട് വന്നാൽ ഒന്നിടവിട്ടുള്ളതായ ദിവസം ഞാൻ വായിച്ച് തീർത്ത് പോയി കൊണ്ടുപോയി മാറി എടുത്തു കൊണ്ടുവരുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഇത് വായിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഈ വേദവാക്യങ്ങളെല്ലാം ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് കാണുന്നത് തന്നെ എന്തോ ഒരു വെറുപ്പാണ്. ഒട്ടും താല്പര്യം, നോക്കാൻ പോലും തോന്നില്ലായിരുന്നു. ഞാൻ അലക്ഷ്യമായിട്ടത് മേശപ്പുറത്തിട്ടു. എന്നാൽ പിന്നീട് നോക്കിയപ്പോൾ, അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതായ ചിന്ത എങ്ങനെയാണ്, ഇതെന്തായാലും വെറുതെ കിട്ടിയതല്ല, ഒരു ചെറിയ പൈസയാണ്, ഇത് മുതൽ മുടക്കുള്ളതാണ്, വെറുതെ ചുറ്റി കൂടി കളയാൻ പറ്റില്ലല്ലോ, ചെറിയൊരു പൈസയാണെങ്കിലും വില കൊടുത്തതാണല്ലോ. അങ്ങനെയാണ് ഞാൻ അതെടുത്ത് വായിക്കാനായിട്ടിടയായത്. അതിലെന്താ എഴുതിയതെന്നൊന്നും എനിക്കറിയില്ല. അത് വായിച്ചപ്പോൾ ഈ ബൈബിൾ വായിക്കാനുള്ളതായ ഒരാഗ്രഹം എൻ്റെ ഉള്ളത്തിലുണ്ടായി, ഒരാഗ്രഹമുണ്ടായി. ബൈബിൾ മറ്റുള്ളവരുടെയൊക്കെ കാണുക, വീട്ടിൽ മറ്റുള്ളവരൊക്കെ കാണുക, ബൈബിൾ എടുത്ത് വായിക്കാൻ ഒരു ലജ്ജയായിരുന്നു, നാണമായിരുന്നു. എന്നാൽ ഒരു ബൈബിളേ വീട്ടിലുള്ളൂ. അതിനകത്താണ് എല്ലാ കറണ്ടിൻ്റെ ബില്ല് തൊട്ട് എല്ലാം വയ്ക്കുന്നത്. അങ്ങനൊരു ബൈബിൾ. ഞാൻ ആ ബൈബിൾ എടുത്ത് കൊണ്ടുപോയി ആരും കാണാതെ മറച്ച് പിടിച്ചു കൊണ്ടുപോയി ഞാൻ കിടന്നതായി മുറിയിൽ കൊണ്ടുപോയി വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ അത് ഞാൻ തുറന്ന് വായിച്ചപ്പോൾ ഞാൻ അതുവരെയും വായിച്ചതായി പുസ്തകങ്ങൾക്കൊന്നും തരാൻ കഴിയാത്ത വലിയ ഒരു സന്തോഷം, വലിയ ഒരു സന്തോഷം, ഒരു കുളിർമ. ഞാൻ മാനസാന്തരപ്പെട്ട വ്യക്തിയല്ല, എനിക്ക് യാതൊരു പാപത്തെക്കുറിച്ചും ബോധം വന്നിട്ടില്ല. പക്ഷേ ഞാനത് തുറന്നു വായിച്ചപ്പോൾ അതുവരെയും വായിച്ചതായ പുസ്തകങ്ങളിൽ നിന്നൊന്നും കിട്ടാത്ത
ഒരു വലിയ ഒരു ആനന്ദം എൻ്റെ ഉള്ളത്തിൽ ഒന്നറിയാൻ തുടങ്ങി, താല്പര്യമായി. ഞാൻ അങ്ങനെയാണ് ആദ്യമായി ബൈബിൾ വായിക്കുന്നത്. അന്ന് സൺഡേ സ്കൂൾ പഠിച്ചിട്ടുണ്ട്, മംഗലത്തിനുള്ള സൺഡേ സ്കൂൾ അധ്യാപകനാണ്. അതിൽ കൂടുതൽ എനിക്കറിയില്ല. ഞാൻ തുടർച്ചയായി ബൈബിൾ വായിക്കാൻ തുടങ്ങി. എനിക്ക് ബൈബിൾ വായിക്കുന്നത് ആനന്ദമായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചില ദൈവമക്കൾ, ഞാൻ ഓർക്കുന്നു, എൻ്റെ കൂടെ പഠിച്ച ഒരു വ്യക്തിയുണ്ട്, ബിജി. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലെ യോഗത്തിന് എല്ലാ യോഗത്തിനും വരുന്നുണ്ട്. നമുക്കിങ്ങനെ ഒരു യോഗം കൊണ്ട് പോയാലോ? ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് എല്ലാം ബിജി എൻ്റെ സൈക്കിളിൻ്റെ പുറകിൽ കയറും, ഞങ്ങൾ പോകും. വേറെയും ചില ദൈവമക്കൾ അങ്ങനെ വന്ന് വചനം കേട്ടപ്പോഴാണ് ഞാൻ ഒരു പാപിയായ മനുഷ്യനാണെന്നുള്ളതായ സത്യം എനിക്ക് ബോധ്യം വന്നത്. ചെത്തുകയായിരുന്നു. ഞാൻ പറയും, കാട്ടിൽ കിടന്ന് എന്നെ വെട്ടിയെടുത്തുകൊണ്ട് വന്ന തൊഴിൽക്കാരുടെ മഴ കൊണ്ടും വീതുളി കൊണ്ടും ചിന്തേറ് കൊണ്ടും ചുറ്റിയ കൊണ്ടും എല്ലാം ഈ ഖദിരമരത്തെ പണിതു. ചെത്തി ആലയത്തിൻ്റെ തൂണുകൾക്ക് കൊള്ളാകുന്നവനായി രൂപപ്പെടുത്തിയെന്ന് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. ആ തൂണുകളാണ് ആലയത്തെ തൂങ്ങി നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് ഖദിരമരമായി കാട്ടിൽ കിടന്നവരായിരുന്നു. യാതൊരു ചൊവ്വും ചേലുമില്ലാത്ത, ഭംഗിയില്ലാത്ത, മനോഹാരിതയില്ലാത്ത നമ്മെ യഹോവയുടെ ആലയത്തിൻ്റെ തൊഴിൽക്കാർ തേടി വന്നു. ആലയം പണിക്കാർ തേടി വന്നു. അവർ വെട്ടിയെടുത്തു. അവർ മഴ കൊണ്ടും കോടാലി കൊണ്ടും വാളും വീതുളിയെല്ലാം ഉപയോഗിച്ച് ചെത്തി മിനുക്കി ചൊവ്വും ചേലുമുള്ളതാക്കി തൂണുകളാക്കി നിർത്തിയിരിക്കുന്നു. ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ ജീവിതാനുഭവം പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. തൊഴിൽക്കാരുടെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്ന് വലിയൊരാലയത്തിൻ്റെ പണി നടക്കുകയാണ്. അവൻ്റെ തിരുനിവാസത്തിൻ്റെ പണി നടക്കുന്നു. എവിടെയെല്ലാം പോയി ഇതെല്ലാം എന്ത് ഉത്സാഹത്തോടെ ആയിരിക്കാം. അവരെല്ലാം ആലയത്തിന് പണിയിൽ വ്യാപൃതരായിരിക്കുന്നത്. സ്ത്രീകൾ അവരുടെ കൂടാരങ്ങളിൽ ആലയത്തിൻ്റെ തിരശ്ശീലയ്ക്കുള്ള പഞ്ഞിനൂല് അത് നെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആലയത്തിൽ വലിയൊരു ആ പാളയത്തിൽ, ഇസ്രായേൽ പാളയത്തിൽ എല്ലാവരും ഉത്സാഹത്തോടെ ആലയത്തിൻ്റെ വേലയിലായിരിക്കുന്നതായ നാളുകൾ. ദൈവത്തിന് സ്തോത്രം. ഈ ആലയത്തിൻ്റെ തൂണുകളെ പല സ്ഥലങ്ങളിലായി നിർത്തിയിരിക്കുന്നു. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമായി മൂലത്തൂണുകളായും നടുത്തൂണുകളായി നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മൂലത്തൂണുകളുണ്ട്, നടുത്തൂണുകളുണ്ട്. ഒരുപക്ഷെ വേറെ ആരും കാണുന്നില്ലായിരിക്കാം. എല്ലാ തൂണുകളും എല്ലാവരും കാണാൻ പാകത്തിനല്ലല്ലോ ആക്കി വച്ചിരിക്കുന്നത്. തിരുനിവാസത്തിൻ്റെ അകത്തുള്ള തൂണുകൾ ആരും കാണുകയില്ല. മൂലത്തൂണും നടുത്തൂണും എല്ലാം ഉണ്ട്. ഒരുപക്ഷെ മറ്റാരും കാണാതെ ദൈവവേല ചെയ്യുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കാം ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. മറ്റാരും കാണുകയില്ലായിരിക്കാം, മറ്റാരും അറിയുന്നില്ലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മെ കാണേണ്ടവൻ കാണുന്നുണ്ട്, നിർത്തിയവനെല്ലാം അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മ്യാക്കിരിക്കുന്നിടത്ത് ആലയത്തിൻ്റെ തൂണായി നിന്നുകൊണ്ട് വിശ്വസ്തയോടെ ശുശ്രൂഷകൾ ചെയ്യുക.
ഈ പ്രാകാരത്തിൻ്റെ മറശ്ശീല തൂക്കിയിരിക്കുന്നതായ തൂണുകളുണ്ട്. ആ മറശ്ശീലയെ അങ്ങ് വിടർത്തി അങ്ങ് തൂക്കിയിട്ട് കഴിയുമ്പോൾ തൂണുകളെ ആരും കാണില്ല, മറശ്ശീലയെ കാണുകയുള്ളൂ. ഓർക്കണം, ഈ പ്രാകാരവാതിലിൻ്റെ വാതിൽമറ അത് 4 തൂണുകളിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ആ മറശ്ശീല അങ്ങ് വിടർന്ന് തൂങ്ങി ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഈ തൂണുകളെ ആരും കാണില്ല. ഈ മറശ്ശീല ക്രിസ്തുവിനെ കാണിക്കുന്നു. നമുക്ക് അതിലേക്ക് വരാം. ക്രിസ്തുവിനെ വിടർത്തിയിടുന്നതായ തൂണുകളാണത്. നമ്മളെ പിന്നെ ആരും കാണണ്ട, യേശുവിനെ കാണാൻ. ആ തൂണുകൾ, ആ മറശ്ശീല നല്ലപോലെ വിടർത്തി കാണാൻ, അതിലെ നെയ്ത്ത് പണികളെല്ലാം അതുപോലെ തന്നെ കൃത്യമായി വിടർത്തി കാണാൻ തക്കവണ്ണം ഒരു ചുളുക്കമില്ലാതെ ശരിയായി ആ ഉള്ള രൂപത്തിൽ വിടർന്നു കേൾക്കാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ ഈ തൂണുകൾ നേരെ ചൊവ്വേ നിൽക്കണം. ഈ തൂണുകളെ നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് നേരെ ചൊവ്വേ നിന്നാൽ മാത്രമേ അതിൽ വിടർത്തി കിട്ടുന്നതായ ശീലകൾ നിവർന്ന് ഭംഗിയായി നിൽക്കുകയുള്ളൂ. ഈ ഒരു തൂണിനോട് ഈ തൂണുകളെല്ലാം തുല്യ അകലത്തിലാണ്. ഒരു തൂണിനോട് ഒരു തൂണിന് ഇച്ചിരി അടുപ്പം. എന്ത് സംഭവിക്കും? ഇപ്പോൾ പ്രാകാരത്തിൻ്റെ മറശ്ശീല മുഴുവനും ചുറ്റും 60 തൂണുണ്ടല്ലോ. ആ തൂണുകൾക്ക് ഓരോ തൂണിൻ്റെയും അകലം ഇത്ര അകലത്തിൽ അടുത്ത തൂണൊന്നുണ്ട്. തുല്യമാണ്, അകലങ്ങളെല്ലാം തുല്യമാണ്. 2 തൂണുകൾ തമ്മിലുള്ളതായ അകലം തുല്യമാണ്. എന്നാൽ ഒരു തൂണിനോട് ഇച്ചിരി താല്പര്യം, ഇങ്ങ് ചാഞ്ഞ് എന്ന് ആ തൂണിനോട് അടുപ്പം കൂടുക. എന്ത് സംഭവിക്കും? അതിൽ വിടർത്തി കെട്ടിയിരിക്കുന്നതായ ആ ശീല അത് ചുളുങ്ങിപ്പോവും. ഇതല്ലേ പറഞ്ഞ് മനസ്സിലാവുന്നില്ല എനിക്ക്? ഓർക്കണം, നാം എല്ലാവരും ഒന്നാണ്. നാം എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഗ്യാങ്ങൊന്നുമില്ല. ചിലരോടൊരിഷ്ടം, ചിലരോട് താല്പര്യം, അങ്ങനെയില്ല. എല്ലാവരോടും ഒരുപോലെ, എല്ലാ തൂണുകളും ഒരുപോലെയാണ്. ഒരു തൂണിനേക്കാൾ ഒരു വിശേഷതയൊന്നുമില്ല. നിൽക്കുന്ന സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്, ശരിയാണ്. തിരശ്ശീല തൂക്കുന്നതായ തൂണുകളുണ്ട്, മറശ്ശീല തൂക്കുന്നതായ തൂണുകളുണ്ട്, വാതിൽമറ തൂക്കുന്നതായ തൂണുകളുണ്ട്, തെക്ക് വശത്തുള്ള തൂണുണ്ട്, വടക്ക് വശത്തുള്ള തൂണുണ്ട്, വാതിൽ ആ ഭാഗത്തുള്ള തൂണുണ്ട്, അതിൻ്റെ പുറകുവശത്തുള്ളതായ തൂണുണ്ട്. നിൽക്കുന്ന സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട്, ചെയ്യുന്ന ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. പക്ഷേ തൂണുകളെല്ലാം ഒരുപോലെയാണ്. നമ്മൾ ഓർക്കണം, നേരെ നിൽക്കണം. ഈ തൂണുകളെ കുറിച്ച് നാം ചിന്തിച്ചാൽ ഏറെ കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ തൂണുകളെല്ലാം താമ്ര ചുവട്ടിൽ നിൽക്കണം. എന്താണ് ഈ താമ്രത്തിൻ്റെ പ്രത്യേകത? പറഞ്ഞല്ലോ, ഏത് തീയുടെ അനുഭവത്തിലൂടെ കടന്നുപോയാലും ഒരിക്കലും ഒരു വ്യത്യാസവും വരില്ല. അത് വളയില്ല, അതിന് ഒരു കോട്ടവും വരികയില്ല, ഒരു വ്യത്യാസവും വരികയില്ല. എത്ര ചൂട് തട്ടിയാലും ദൈവത്തിന് സ്തോത്രം. ഏത് തീയുടെ കടന്നുപോയാലും ഉറച്ചു നിൽക്കുവാനുള്ളതായ കരുത്താണ് താമ്രത്തിൻ്റെ പ്രത്യേകത. എത്ര കൊടുംചൂടിലൂടെ കടന്നുപോയാലും ഉറച്ചു നിൽക്കാനുള്ളതായ കരുത്ത്, അതാണ് താമ്രത്തിൻ്റെ പ്രത്യേകത. എത്ര ശോധന വന്നാലും മാറിപ്പോകില്ല. കഠിന ശോധനയിൽ കൂടെ നടക്കേണ്ടി വന്നാലും ഉറച്ചു നിൽക്കും. എന്തെല്ലാം പരിശോധനകളിൽ കൂടെ പോകേണ്ടി വന്നാലും ഈ തൂണുകൾക്ക് വ്യത്യാസം വരികയില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം നാം വായിക്കുന്നത്. 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. വെളിപ്പാട് 3:12 ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് കൊടുക്കുകയാണ്. ഫിലദൽഫിയ സഭയ്ക്കുള്ളതായ ദൂത്: ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും.
അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. ജയിക്കുന്നവനെയാണ് തൂണാക്കുന്നത്. എല്ലാവരെയും ആലയത്തിന് തൂണാക്കുകയില്ല. എല്ലാവരെയും ആലയത്തിൻ്റെ തൂണുകളാക്കാൻ കൊള്ളാവുന്നവരല്ല. ഏതെല്ലാം കഠിന ശോധനകളിൽ കൂടെ കടന്നു പോയാലും നിന്ദയിലൂടെയും ഉപദ്രവങ്ങളിലൂടെയും കടന്നുപോയാലും ഉറച്ചു നിൽക്കുന്നവനെയാണ് ആലയത്തിൻ്റെ തൂണാക്കുന്നത്. ഈ വാട്ടമൊന്നും പറ്റുന്ന വാടിപ്പോകും, ചെറിയൊരു ചൂട് കെട്ടിയാൽ ഇത് വാടിപ്പോകും. അവരൊന്നും ആലയത്തിൻ്റെ തൂണാക്കുകയില്ല. ചിന്തിക്കണം. ഞാൻ ചെന്നു, എന്നെ കണ്ടിട്ട് എന്നെ നോക്കിയില്ല, എന്നെ മാനിച്ചില്ല, എന്നെ ഗൗനിച്ചില്ല, ഇനി ഞാൻ അങ്ങോട്ടില്ല. എന്നേക്കാൾ കൂടുതൽ കാര്യം ഇന്നയാളോടാ, അതുകൊണ്ട് ഇനി ഞാൻ അവിടേക്കില്ല. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ളവരൊന്നും ജയിക്കുന്നവനെയാണ് ആലയത്തിൻ്റെ തൂണാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നപ്പോൾ എന്നെ അങ്ങ് മൈൻഡ് ചെയ്യണില്ല. അവിടെ എന്നേക്കാൾ കാര്യം വേറെ ചിലരോടൊക്കെയാണ്. വാടിപ്പോവുക. എനിക്ക് തരുന്നതിനേക്കാൾ സ്ഥാനം വേറൊരാൾക്കാണ് കൊടുക്കുന്നത്. ആ കസേര എനിക്ക് തന്നില്ല, ഇട്ടു പോവുക. അങ്ങനെയുള്ളവരൊന്നും ഈ ആലയത്തിന് തൂണാക്കാൻ കൊള്ളുന്നവനല്ല. ഇല്ലേ? നമ്മളൊക്കെ നിന്നേറ്റവർ എത്ര പേര് നിന്നേറ്റപ്പോൾ ഇട്ടേച്ച് പോയി. ഒരു ആത്മീയ രംഗം തകരുന്നത് കണ്ടാൽ ഇട്ടേച്ച് പോകുന്നുള്ളതാണോ ഈ ആത്മീയം എന്ന് പറയുന്നത്? ഏതെങ്കിലും ദൈവമക്കൾക്കൊരു വീഴ്ച വന്നാൽ ഇട്ടേച്ച് പോകുന്നതാണോ ആത്മീയം? എന്തെല്ലാം ശോധനകളിലൂടെ കടന്നുപോയാലും ഞാൻ മാറിയൊന്നുണ്ടല്ലേ പറയുന്നത്. കർത്താവേ, ജയിക്കുന്നവനെയാണ് നീ ആലയത്തിൻ്റെ തൂണുകളാക്കുന്നതെങ്കിൽ ഒരിക്കലും ദൈവമക്കൾ കഷ്ടത വേണ്ട എന്ന് പറയരുത്. ഒരുപക്ഷെ കഷ്ടതയിൽ കൂടെ ദൈവം നടത്തുന്നതിന് എന്തെങ്കിലുമൊക്കെ പദ്ധതി ദൈവത്തിനുണ്ടാകാം. എന്തിനാണ് ഈ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ മകൻ മരിച്ചത്? ആ മകൻ മരിച്ചതുകൊണ്ടല്ലേ ഇന്ന് എത്രയോ ആളുകൾക്ക് പാടി ആനന്ദിക്കാൻ തക്കവണ്ണം ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കരങ്ങളിൽ തന്നാൽ ആ ഭക്തനെ പട്ടിണിയിലൂടെയും കഷ്ടതയിലൂടെയും അവഗണനയിലൂടെയും എല്ലാം നടത്തിയത് കൊണ്ടല്ലേ ഇന്ന് നമുക്കെല്ലാം പാടി ആശ്വസിക്കുവാൻ ആ ഗീതങ്ങൾ വെളിയിൽ വന്നത്? ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു കഷ്ടതയും വരാതെ എന്നെ കാക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കണ്ട. പിതാക്കന്മാർ പഠിപ്പിച്ചത് എന്താ? വേണ്ട കഷ്ടത. അങ്ങനെയാണോ പഠിപ്പിച്ചത്? കഷ്ടത വേണ്ട എന്നാണോ? വേണ്ട കഷ്ടത വീൺ ചിന്തയും ഒഴിവാക്കി തരണമേ എന്ന്. എന്താ ഇതിൻ്റെ അർത്ഥം? കഷ്ടത വേണ്ട എന്നല്ല. ഇന്നത്തെ ആത്മീയ രംഗങ്ങളല്ല നിങ്ങൾക്ക് വന്നാൽ എല്ലാം ശരിയാക്കി തരാം, എല്ലാ അനുഗ്രഹവും കിട്ടും, അതേ ഉള്ളൂ എന്ന്. അതൊക്കെ തെറ്റായ ഒരു ആത്മീയത്തിൻ്റെ പോക്കാണത്. നമുക്ക് ആലയത്തിൻ്റെ തൂണായി നിൽക്കണം. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ തൂണായി നിന്നാൽ മതി. അവൻ്റെ പ്രാകാരങ്ങളിൽ എനിക്ക് കഴിക്കണം. അവൻ്റെ പ്രാകാരങ്ങൾ, യഹോവേ നിൻ്റെ പ്രാകാരങ്ങൾ അതെത്ര മനോഹരം! ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കൂടാരങ്ങൾ അതെത്ര ശ്രേഷ്ഠം! ബലിയാൻ കണ്ടിട്ട് പറയുന്നത് അങ്ങനെയല്ലേ? യഹോവേ നിൻ്റെ കൂടാരങ്ങൾ, യാക്കോബേ നിൻ്റെ കൂടാരങ്ങൾ, യഹോവേ നിൻ്റെ ആലയത്തിൻ്റെ പ്രാകാരങ്ങൾ, നിൻ്റെ പ്രാകാരങ്ങൾ അതെത്ര ശ്രേഷ്ഠം! എനിക്ക് അവിടെ നിന്നാൽ മതി. ദൈവമക്കളെ, ഇന്ന് ആളുകൾ ഈ ഭൂമിയിൽ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ആത്മീയത്തിന് പുറകെ പോകുന്നത്. കർത്താവേ, എന്തെല്ലാം കഷ്ടതകൾ വന്നാലും നിൻ്റെ ആലയത്തിൻ്റെ തൂണായി എനിക്ക് നിൽക്കണം. അതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. വേണ്ട കഷ്ടതയെന്നല്ല, ആവശ്യമില്ലാത്ത കഷ്ടപ്പാടുകൾ. കർത്താവ്, എനിക്കൊരു ഗുണവും ചെയ്യാത്ത കഷ്ടപ്പാടുകൾ മാറ്റിത്തരണം നേതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. കഷ്ടത വേണ്ട എന്നല്ല,
കർത്താവ്, നീ എനിക്കൊരു കഷ്ടത തരുന്നെങ്കിൽ അതിലൂടെ നീ എനിക്ക് ആത്മീയമായി നന്മകൾ എന്നെ ധരിപ്പിക്കണം. അതിൽ നിൽക്കാനുള്ള കൃപ നീ എനിക്ക് തരണം. എന്നിട്ട് എൻ്റെ ദൈവം എന്നെ അതിൻ്റെ നടുവിൽ നിർത്തി എന്ന് സാക്ഷിപ്പാൻ എനിക്ക് അനുഭവങ്ങളെ തരണം. അത് കഷ്ടത വേണ്ട എന്നല്ല. കർത്താവേ, എൻ്റെ കഷ്ടതയിലൂടെ നീ എന്നെ അനുഗ്രഹിക്കണം. അതിന് നടുവിൽ നീ എങ്ങനെ നിർത്തുമെന്ന് എനിക്ക് അനുഭവങ്ങളെ തരണം. വേണ്ട കഷ്ടത. നമുക്ക് ആ ഗീതം ഒന്ന് പാടിയാൽ വേസാറുണ്ടോ? വെളിവ് നിറഞ്ഞൊരു ഈശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവിയടിയാരഖില ധാരമതാം വെളിവും നീ കാന്ത്യാനങ്ങളെ നീ താതൻ കതിരേശോഭിപ്പിക്കെന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ. വേണ്ട കഷ്ടത വീഴ്ചിന്തയുമടിയാ നീനൊഴിക്ക സൽക്രിയകൾക്കു മന ശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക്. ആവശ്യമില്ലാതെ എനിക്ക് കഷ്ടത വരുന്നെങ്കിൽ അതിന് നടുവിൽ നീ എന്നെ പൊന്നുപോലെ ശോധന ചെയ്ത് പുറത്തു കൊണ്ടുവരണം. കൂടുതൽ തിളക്കമുള്ളാക്കി മാറ്റാനാണ് കഷ്ടതകൾ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് താമ്ര ചുവടുകളിലാണ് നിർത്തിയിരിക്കുന്നത്. താമ്ര ചുവട്, താമ്രം അവിടെയാണ് നിൽക്കുന്നത്. കർത്താവേ, വിശ്വാസത്തിൻ്റെ പരിശോധനകളിലൂടെയെല്ലാം നീ ഞങ്ങളെ ശോധന ചെയ്ത് പുറത്തു കൊണ്ടുവരണം. നമ്മുടെ ഉള്ളം ദാഹിക്കണം, നമ്മുടെ ഉള്ളം കൊതിക്കണം. ആലയത്തിൻ്റെ തൂണ്, പ്രാകാരത്തിൻ്റെ തൂണുകൾ, സമാഗമന കൂടാരം, ആലയത്തിൻ്റെ പ്രാകാരവും പ്രാകാരത്തിൻ്റെ തൂണുകളും. ഞാനൊന്നുകൂടെ പറയാം. ഈ ആലയത്തിൻ്റെ തൂണുകൾ ഖദിരമരം കൊണ്ടുണ്ടാക്കുന്നതായ തൂണുകൾ, വെള്ളി പൊതിഞ്ഞവയുണ്ട്, തങ്കം പൊതിഞ്ഞവയുണ്ട്, താമ്രം പൊതിഞ്ഞവയുണ്ട്. ആ തൂണുകളെല്ലാം പല സ്ഥലങ്ങളിലായിട്ടാണ് നിൽക്കുന്നത്. ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്. ആ തൂണുകൾ നേരെ നിൽക്കണം. എങ്ങനെയാണ് നേരെ നിൽക്കുന്നത്? എങ്ങനെയാണ് ആ തൂണുകൾ നേരെ നിൽക്കുന്നത്? അതിന് മുകളിൽ, ഈ തൂണുകളുടെ മുകളിൽ 2 വെള്ളിക്കൊളുത്തുകളുണ്ട്. ആ വെള്ളിക്കൊളുത്തുകളിൽ കയറ് കെട്ടി 2 വശത്തുമുണ്ട്. അകത്തേക്കും പുറത്തേക്കും കുറ്റിയുണ്ട്, കുറ്റി അടിച്ചിട്ടുണ്ട്. അകത്തേക്ക് ഒരു കുറ്റി അടിച്ചിട്ടുണ്ട്, പുറത്തേക്ക് ഒരു കുറ്റി അടിച്ചിട്ടുണ്ട്. ആ 2 കയറുകൾ വലിച്ചു കെട്ടിയാണ് ആ തൂണുകളെ നിർത്തിയിരിക്കുന്നത്. നിന്നതല്ല, നിർത്തിയതാണ്. ദൈവത്തിന് സ്തോത്രം. അകത്തും പുറത്തുമുള്ള 2 കുറ്റികൾ. ആ കുറ്റികളുടെ ബലമാണ് തൂണുകളുടെ ബലം. ദൈവത്തിന് സ്തോത്രം. ഏതാണ് ഈ കുറ്റികൾ? നമുക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കൽ മധ്യസ്ഥത നയിക്കുന്ന ക്രിസ്തുവാണ് ഒരു കുറ്റി. മറ്റൊരു കുറ്റി നമ്മുടെ അകത്താണ്. അത് നമുക്ക് വേണ്ടി ഞരക്കങ്ങളാൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് മറ്റൊരു കുറ്റി. ഈ 2 കുറ്റികളുമായിട്ടുള്ള ബന്ധമാണ്
ഈ കയറ് കാണിക്കുന്നത്. ആ കയററ്റുപോയാൽ തൂണുകൾ ചാഞ്ഞും ചെരിഞ്ഞും പോകും. ഈ ഒരു തൂണിൻ്റെ അടുക്കിലേക്ക് ചായാൻ എന്താണ് കാരണം? തൂണുകൾ ചെരിഞ്ഞു പോകാൻ എന്താണ് കാരണം? മരുഭൂമിയിൽ പൊടിക്കാറ്റടിക്കുമ്പോൾ ആ പൊടി ആലയത്തിനകത്തേക്ക് കടക്കാതിരിക്കാനാണ് ഈ തൂണുകളിൽ ഈ ശീല വലിച്ചു കെട്ടിയിരിക്കുന്നത്. ശീലകളെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഈ ശീലകൾ വലിച്ചു കെട്ടിയിരിക്കുന്നത് പൊടിക്കാറ്റടിക്കുമ്പോൾ ആലയത്തിൻ്റെ അകം മലിനമാകാതിരിക്കാൻ. അവിടെ യാഗപീഠമുണ്ട്, താമ്രത്തൊട്ടിയുണ്ട്, ഓരോ ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങളിലേക്ക് പുറത്തെ പൊടി വന്ന് വീഴാതിരിക്കാൻ തക്കവണ്ണം വിരിച്ചു കെട്ടിയിരിക്കുന്നതായ ഈ ശീലയുണ്ട്. ഒരു തൂണ് ചെരിഞ്ഞ് വീണുപോയാൽ ആ പൊടിക്കാറ്റ് പുറമേ നിന്ന് അഴുക്ക് പൊടിയെല്ലാം കൊണ്ടുവന്ന് ആലയത്തിൻ്റെ അകത്തുള്ളത് അശുദ്ധമാകും. ഇന്ന് കൂട്ടായ്മകളുടെ അകം എങ്ങനെയാണ്? അകത്തേക്ക് കയറി നോക്കണം. ഒരു തൂണ് ചെരിഞ്ഞാൽ മതി നോക്കണം. ഒരു തൂണ് ചെരിഞ്ഞു പോയാൽ മതി. പുറത്തുള്ള പൊടിക്കാറ്റടിക്കുമ്പോൾ ആ പൊടിയെല്ലാം വന്ന്, ആ മാലിന്യങ്ങളെല്ലാം വന്ന് അകത്തുള്ളത് പലതും മൂടും, ശുശ്രൂഷകളെ മൂടും. ഇന്ന് പല ആത്മീയ രംഗങ്ങളിലും ശുശ്രൂഷകളും എല്ലാം പൊടി വന്ന് വീഴുന്നു. ഇന്ന് നാം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തരും ഈ കൂട്ടായ്മയുടെ തൂണുകളായി എണ്ണപ്പെട്ടവരാണ്. നമുക്ക് നേരെ നിൽക്കണം. എന്തെല്ലാം വന്നാലും താമ്രച്ചൂടിൽ നിൽക്കണം. കഠിന ശോധനയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒരു വ്യത്യാസവുമില്ലാതെ നമുക്ക് നിൽക്കണം. നമുക്ക് ഒരു വ്യത്യാസവുമില്ലാതെ നിൽക്കണം. തൂണുകൾ ഒന്നുപോലും ചാഞ്ഞു പോകരുത്. കയറുകൾ സൂക്ഷിച്ചാലും മതി. അവൻ വെള്ളി കൊളുത്തിട്ട് തന്നിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ബന്ധം തന്നില്ലേ നമുക്ക് വേണ്ടി? പിതാവിൻ്റെ അടുക്കൽ നമ്മുടെ ഓരോ ചലനങ്ങളും കണ്ട്, ഓരോ ചലനങ്ങളും അറിഞ്ഞ് പിതാവിൻ്റെ അടുക്കൽ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തുവുണ്ട്. നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. എത്ര കൊടുങ്കാറ്റടിച്ചാലും ആരെല്ലാം നിന്ദിച്ചാലും നമുക്ക് ആലോചന തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. വചനത്തിലൂടെ ആലോചന തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. എനിക്കറിയാം, ഞാൻ അനേക അവസരങ്ങളിൽ ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഈ ബൈബിൾ തുറന്ന് വായിച്ചിട്ടുണ്ട്. ബലപ്പെടുത്തിയതിൻ്റെ അനുഭവമാണ്. ആ കയറ് വലിച്ചു കെട്ടി തന്നതിൻ്റെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അല്പമൊക്കെ ചെരിഞ്ഞു പോയിട്ടില്ലേ? ഉണ്ട്. പറയാൻ എനിക്ക് പ്രാഗൽഭ്യം പോരാ. നേരെ നിന്നു എന്ന് പറയാൻ പ്രാഗൽഭ്യം പോരാ. അല്പം ചാഞ്ഞു പോയിട്ടില്ലേ? എപ്പോഴെല്ലാം ആ കയറ് വലിച്ചു മുറുക്കി നേരെ നിർത്തി യഥാസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് യഥാസ്ഥാനത്വത്തിൻ്റെ ശുശ്രൂഷ. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനുള്ളതായ ശുശ്രൂഷ. സമയം കടന്നുപോയാലെ നിർത്തുകയാണ്. ദൈവം കൃപ വരുന്നുവെങ്കിൽ വരുന്ന ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം തൂണുകളെക്കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. നാം ആരെല്ലാം കൊതിക്കുന്നുണ്ട്, എനിക്ക് ആലയത്തിൻ്റെ ഒരു തൂണായി നിൽക്കണം, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണായി നിൽക്കണം. തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, നിന്റെ ആലയത്തിൻ്റെ ഒരു തൂണായി നിൽക്കുവാൻ, യഹോവേ നിന്റെ പ്രാകാരങ്ങൾ അതിൻ്റെ മനോഹാരിത അനുഭവിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. ജീവൻ്റെ വചനത്താൽ ഞങ്ങളെ വഴി നടത്തണമേ. എല്ലാ മഹത്വത്തോടും എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.